ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളുടെ ക്ലാസ്സുകൾ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കാണുകയും ഇത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ പരിമിതമായ സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനും നിങ്ങളുടെ ആ ലേണിംഗ് എന്തുമാത്രം നടന്നിട്ടുണ്ടെന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാവരും അവരവരുടെ ആവശ്യമാണ്. ഇത് എനിക്ക് വേണ്ടി തന്നെയാണ്, വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു കരുതലോടുകൂടി ആ ഒരു മുൻവിധിയോടുകൂടി തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അല്ലാതെ ഇത് ഒരു പ്രഹസനം എന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയും നിങ്ങൾ ഇത് പഠിക്കാതിരിക്കുകയും ചെയ്താൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ഫൈനൽ ഇയർ ആണ്, ഇനി ഈ ഒരു വർഷം കൂടിയേ ഉള്ളൂ നമ്മളുടെ കോഴ്സ് തീരാൻ. അപ്പോൾ 3 വർഷത്തിന്റെ റിസൾട്ട് വരേണ്ട, അല്ലെങ്കിൽ അത് നമ്മൾക്ക് റിസൾട്ട് അറിയുന്ന ഒരു വർഷമാണ് ഈ വർഷം. അപ്പോൾ ഈ വർഷം ഒരു കാരണവശാലും നിങ്ങൾ ഒരു കോംപ്രമൈസും പാടില്ല, പഠനത്തിൽ തന്നെയായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. റാഹിബ്, പിന്നെ അതുല്, ഷമീം, ഷാഹിൻ, ഇവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുന്നുണ്ടെന്ന്. കാരണം മറ്റേ ടീച്ചേഴ്സ് പറയുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ വെക്കുമ്പോൾ 34 പേരൊക്കെയാണ് അതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോളിൽ നമ്മൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ 51, 52 ഒക്കെ കിട്ടിയിട്ട് കാര്യമില്ല. അത് അറ്റൻഡൻസിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത്, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളിത് കാണുക, മനസ്സിലാക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മെൻഡൽ നടത്തിയ എക്സ്പെരിമെന്റ്സിന്റെ ബേസിൽ, അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻസ്, അതിന്റെ റിസൾട്ട് അനലൈസ് ചെയ്തിട്ട് അദ്ദേഹം 3 കൺക്ലൂഷൻസിൽ എത്തിച്ചേർന്നു. ഈ കൺക്ലൂഷൻസ് അദ്ദേഹം എത്തിച്ചേർന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണശേഷം റീഡിസ്കവറേഴ്സ് ഈ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിനെ 3 ലോസ് ആയിട്ട് കൺക്ലൂഡ് ചെയ്തു. എന്നിട്ട് അതിന് മെൻഡീലിയൻ ലോസ് അഥവാ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പേര് നൽകി. ഇപ്പൊ എത്ര മോഡേൺ ജെനറ്റിക്സ് ആണെങ്കിലും മോളിക്കുലർ ജെനറ്റിക്സ് ആണെങ്കിലും അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, ഈ ലോസുകളാണ്, അല്ലെങ്കിൽ മെൻഡീലിയൻ ലോസ് ആണ് അതിന്റെ എല്ലാം ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. ദെൻ ഈ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് മെയിൻ ആയിട്ടും 3 എണ്ണമാണ് ഉള്ളത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ടീച്ചർ എന്തിനാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചത് പിന്നെ പഠിപ്പിക്കുന്നതെന്ന് തോന്നണ്ട. കാരണം എല്ലാവർക്കും ഇത് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ പേർക്ക് അറിയായിരിക്കും ഓഫ് കോഴ്സ്, പക്ഷെ അവരെ മാത്രം ഓർത്തുകൊണ്ട് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഇൻഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും അദ്ദേഹം നടത്തിയ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്ത ലോസ് ആണ് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ഇനി ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡോമിനൻസ് നമുക്ക് പറയാം, ഒരു ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിൽ, ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഹോമോലോഗസ് ക്രോമസോം ക്യാരിയിങ് ഡിഫറെന്റ് അല്ലീൽസ് ഇൻ ദ സെയിം ലോക്കൈ. അതായത് ടോൾനെസ്സിനെ കാണിക്കുന്ന ക്യാപിറ്റൽ ടിയും ഡ്വാർഫ്നെസ്സിനെ കാണിക്കുന്ന സ്മോൾ ടിയും ആണ് ഒരാളുടെ പൊക്കത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ ലോക്കസിൽ ഇരിക്കുന്നതെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഹെട്രോസൈഗസ് ആണ്. ഹെറ്ററോ മീൻസ് ടു ഡിഫറെന്റ്, അഥവാ ഡിഫറെന്റ്. അപ്പോൾ 2 തരം അല്ലീൽ പൊസസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലില് ഇത് രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യത്തില്ല. ഒന്നില്ലെങ്കിൽ ഒരാളെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്, മറ്റേ ആള് സപ്രസ് ചെയ്തിരിക്കും. എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡോമിനന്റ് അല്ലീൽ. എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടറാണ് ഡോമിനന്റ് ക്യാരക്ടർ. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ടും സപ്രസ് ചെയ്യുന്ന ആളെ നമ്മൾ റിസസീവ് അല്ലീൽ, റിസസീവ് ക്യാരക്ടർ എന്ന് പറയും. കറസ്പോണ്ടിങ് ക്യാരക്ടർ റിസസീവ് ക്യാരക്ടർ. അപ്പോൾ നിങ്ങളൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് സിമ്പിൾ ആണല്ലോ, നിങ്ങളൊന്ന് വരച്ചു നോക്കുക. നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം. ഞാൻ ഈ പറയുന്നതെല്ലാം ഇതിൻ്റെ അകത്ത് നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് നോട്ട്സ് എനിക്ക് അയച്ചു തരണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ നോട്ട്സ് റെഗുലർ ആയിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി പോവുക തന്നെ വേണം. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ അകത്ത് F1 ജനറേഷനിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ എല്ലാം ടോളാണ്. പക്ഷെ നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് സെൽഫ് ചെയ്തിട്ട് F2 പ്രോജനി എടുക്കുമ്പോൾ ഈവൻ നമ്മൾക്കറിയാം ഫീനോട്ടിപ്പിക് റേഷ്യോ ദറ്റ് ഈസ് 3:1 ഫോർ മോണോ ഹൈബ്രിഡ് ക്രോസ്. അതായത് 3 ടോളും 1 ഡ്വാർഫും. ഈ 25% ഡ്വാർഫ് F1 ജനറേഷൻ ഇല്ലാഞ്ഞതാണ്, പക്ഷെ F2 ജനറേഷനിൽ അത് റീ അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ഹെട്രോസൈഗസ് കണ്ടീഷൻ ഓൺലി 1 allele is expressed and that is known as dominant allele. ഓക്കെ, അതാണ് ലോ ഓഫ് ഡോമിനൻസ്.
ഇനി രണ്ടാമത്തെന്ന് പറയത്തില്ല, ഫസ്റ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് ഈ ലോയ്ക്ക് പറയുന്നത്. രണ്ടാമതാണ് നമ്മൾ പറയുന്നതെങ്കിൽ കൂടി അതിന്റെ പേര് ഫസ്റ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അഥവാ ലോ ഓഫ് സെഗ്രിഗേഷൻ അഥവാ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമേറ്റ്സ്. ഈ ലോ ഓഫ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന്റെ നിയമം അഥവാ പ്യൂരിറ്റി ഓഫ് ഗമേറ്റ്സിന്റെ പ്യൂരിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ലോ എന്ന് പറയുന്ന ഈ ലോ പ്രപ്പോസ് ചെയ്തതും ഈ മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, രണ്ട് ആൾക്കാർ തമ്മിൽ കുറെ നാൾ അടുത്തിടപഴകുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾ, ഒരാളുടെ പ്രസൻസ് അല്ലെങ്കിൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മറ്റേയാളുടെ സ്വഭാവത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലെ? പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടാം സൗരഭ്യം. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ വന്നപ്പോൾ മുതൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ ലൈക്സുകളും ഡിസ്ലൈക്സുകളും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പോ ഇതുപോലെ ജീൻസിന്റെ കേസിൽ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. രണ്ട് ജീൻസ് തമ്മിൽ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ രണ്ട് ജീൻസ് തമ്മിൽ എത്ര നാൾ അടുത്തടുത്തിരുന്നാലും എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ഫോം ചെയ്തത് മുതൽ അതിന്റെ ഗ്യാമേറ്റ് അത് വളർന്ന് വലുതായി മച്ചുറായി അഡോളസൻസ് ആയി അതിന്റെ അടുത്ത ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും വർഷം, അതിനുള്ള ലെങ്ത് എത്ര മാത്രമാണ്, ഡ്യൂറേഷൻ എന്ത് മാത്രമാണ്, വർഷങ്ങളാണ് എങ്കിൽ പോലും അവരൊന്നിച്ചിരുന്നാലും പരസ്പരം അവരുടെ ക്യാരക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഈ ഗമേറ്റ്സിന് അല്ലെങ്കിൽ ഈ ജീൻ അത് ഗമേറ്റ് ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ അത് വന്ന സമയത്ത് ജീൻ എന്തുമാത്രം ടോൾനെസ്സിനെയാണോ, എന്തുമാത്രം ഹൈറ്റിനെ ഈ ക്യാപിറ്റൽ ടി എക്സ്പ്രസ് ചെയ്യുമായിരുന്നോ അത്രയും തന്നെ ഹൈറ്റിനെ വർഷങ്ങൾക്ക് ശേഷം അടുത്ത ഗമേറ്റ് ഫോം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലും അത്രയും ഇന്റൻസിറ്റിയോട് കൂടി തന്നെ അത് ഹൈറ്റിനെ എക്സ്പ്രസ് ചെയ്യും. അല്ലാതെ കുറെ നാൾ സ്മോൾ ടി എടുത്തിരുന്നുകൊണ്ട് ഹൈറ്റ് ഇച്ചിരി കുറച്ചേക്കാം എന്ന് ഇല്ല. അതുപോലെ സ്മോൾ ടിക്കും ഡ്വാർഫ്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടറാണ്. ഇനി ക്യാപിറ്റൽ ടി ഒത്തിരി നാൾ അടുത്തിരുന്നാണ് എന്നാൽ കുറച്ച് പൊക്കം കൂട്ടിയേക്കാമെന്ന് സ്മോൾ ടിയും വിചാരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ ഓർ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമേറ്റ്സ്. പ്യൂരിറ്റി ഓഫ് ഗമേറ്റ്സ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ രണ്ട് ഗമേറ്റ്സുകൾ ഫ്യൂസ് ചെയ്തിട്ടാണല്ലോ ഒരു സൈഗോട്ട് ഉണ്ടാവുക. ആ സൈഗോട്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗമീറ്റ്സിൽ ഈ ടോൾനെസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ എന്തുമാത്രം ടോൾനെസ്സിനെ കൺട്രോൾ ചെയ്യുമോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുമോ അതേ ക്വാളിറ്റി അതേ ഡിഗ്രിയോടുകൂടി തന്നെയാണ് ഈ ഇൻഡിവിജ്വൽ വളർന്ന് വലുതായി ഗമീറ്റ് ഫോം ചെയ്യുമ്പോഴും അത്ര ഇന്റൻസിറ്റി തന്നെ കാണും ഈ ഗമീറ്റ്, ഈ ഇദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഗമീറ്റിലെ ടി എന്ന് പറയുന്ന ജീനിനും. അതുകൊണ്ടാണ് അതിനെ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നിനും ഒരു സംശയമില്ല, ഒരു ക്ലാസ്സിനെ കുറിച്ചും ആർക്കും സംശയമില്ല, എല്ലാവരും പഠിച്ച് പാസ്സായ മിടുക്കന്മാരുമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് സെക്കൻഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് അഥവാ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു ഡൈഹൈബ്രിഡ് ക്രോസിനെ കൺസിഡർ ചെയ്തിട്ടാണ്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പ്രപ്പോസ് ചെയ്തിരിപ്പോൾ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്, നിങ്ങളാണെങ്കിലും മനസ്സിലാക്കിക്കൊള്ളാം, അത് എപ്പോൾ മാത്രമേ പോസിബിൾ ആവുള്ളൂ, നമ്മൾ അസ്യൂം ചെയ്യണം ഈ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ രണ്ട് ക്യാരക്ടേഴ്സിൽ ഡിഫർ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ക്യാരക്ടേഴ്സിൽ തമ്മിൽ ഡിഫർ ചെയ്യുന്ന രണ്ട് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ നടത്തുന്ന ക്രോസ് ആണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈറ്റും ഫ്ലവർ കളറും. ഓക്കെ, അപ്പോൾ അതൊരു ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പൊ നമ്മളുടെ അസംഷൻ എന്താണ്, ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസും രണ്ട് സെപ്പറേറ്റ് ക്രോമസോംസിലാണ് ഇരിക്കുന്നത്. ഒരേ ക്രോമസോമിലാണെങ്കിൽ ആ ക്രോമസോം പോയാൽ രണ്ട് ജീനും അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമല്ലോ. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പ്രപ്പോസ് ചെയ്ത സമയത്ത് നമ്മൾ ഓർത്തോളണം, ഈ ഡിഫറെന്റ് ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് ക്രോമസോംസ്. ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയുന്നത്, this law states that genes for one pair of character segregate or assort independent of the factors for the other pair of characters. സിമ്പിൾ ആണ്, അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ കൂടി പറയാം. Two different genes will randomly assort their alleles during gene formation. gamete formation എന്നാണ് കേട്ടോ, ഡ്യൂറിങ് gamete formation. അപ്പോൾ ഈ ഒരു ലോ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയും ടോൾ റെഡ് വേഴ്സസ് ഡ്വാർഫ് വൈറ്റ്. നിങ്ങൾക്ക് ആ ക്രോസ് ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുമായിരിക്കും. ഇനി ഒരു
ഡൈഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ വരച്ചു വെക്കണം. ഈ ഡൈഹൈബ്രിഡ് ക്രോസ് വരയ്ക്കുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു പോർഷനാണ് ഗമീറ്റ് ഫോർമേഷൻ. ഇപ്പൊ നമുക്കറിയാം ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഹോമോസൈഗസ് സ്റ്റോൾ ആണെങ്കിൽ അയാൾക്ക് രണ്ട് എന്താണുള്ളത്, ക്രോമസോംസ് ആണുള്ളത്. ഹോമോസൈഗസ് ക്രോമസോംസ് ഉണ്ട്. ആ രണ്ട് ഹോമോലോഗസ് ക്രോമസോമിലെ രണ്ടും ഒരേപോലെ ഇരിക്കുക, അതുകൊണ്ട് അത് ഹോമോസൈഗസ് ആണ്. ക്യാപിറ്റൽ ടിയേ ഉള്ളൂ. അപ്പൊ അയാൾ ഏത് ഗമീറ്റ് ഫോം ചെയ്താലും ആ ഗമീറ്റിലെല്ലാം ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ജീൻ മാത്രമേ വരാൻ കഴിയൂ. പക്ഷെ ഹെട്രോസൈഗസിന്റെ കണ്ടീഷനിൽ അങ്ങനെയല്ല. അദ്ദേഹം ഉണ്ടാക്കുന്ന പകുതി 23 പെയറിൽ 2 പെയറും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടാണല്ലോ ഹാപ്ലോയിഡ് സെറ്റ് ഉണ്ടാകുക. അപ്പോൾ പകുതി എണ്ണത്തിന് ഹെട്രോസൈഗസിലെ ഒരു അല്ലീൽ, അതായത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അല്ലീലും 50% സ്മോൾ ടി എന്ന് പറയുന്ന അല്ലീലും ഉള്ള ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരേ പേരൻസിന് ഉണ്ടാകുന്ന മക്കൾക്കെല്ലാം ഒരേപോലെ ഇരിക്കാത്ത. എന്തുകൊണ്ടാണ്? അവർ ഓരോ സമയവും ഉണ്ടാക്കുന്ന ഗമീറ്റ്സിൽ ഈ അസോർട്ട് ചെയ്ത് വരുന്ന ജീൻസ് അല്ലെങ്കിൽ ക്രോമസോംസ് ഷഫിൾ ചെയ്തു പോകും. ഒരേപോലത്തെ ഗമീറ്റ്സ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ആ ഷഫ്ലിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയുടെ റൂളൊക്കെ അനുസരിച്ച് 23 പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തത്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഗമീറ്റ്സ് ഫോം ചെയ്യാൻ പറ്റുമെന്നറിയോ? അപ്പം ഈ നമ്പർ ഓഫ് ഗമീറ്റ്സ് ഫോം ചെയ്യാൻ പറ്റുന്നതിന്റെ എണ്ണം നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എണ്ണം എന്ന് പറയുന്നത് 2:n ആണ്. 2:n. 2:n എന്ന് പറഞ്ഞാൽ n is the number of heterozygotes. Heterozygotes എന്തുമാത്രം ഉണ്ടോ അത്രയും നമ്പേഴ്സ്, അതായത് എത്ര അല്ലീൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ അത്രയും നമ്പർ ഓഫ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര നമ്പർ ഗമീറ്റ്സ് ഈ രണ്ട് ക്യാരക്ടേഴ്സിനും, അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ആർ, റിങ്കിൾഡ് ആൻഡ് യെല്ലോ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ദെൻ അതുപോലെ 4 ക്യാരക്ടേഴ്സ് എ ബി സി ഡി എന്ന് പറയുന്ന ഈ 4 എണ്ണത്തിന്റെ ഈ 4 എണ്ണത്തിൽ എത്ര ഹെട്രോസൈഗോട്സ് ഉണ്ട് എന്നുണ്ട് നോക്കി അതിന്റെ ആയിരിക്കും നമ്പർ ഓഫ് ഗമീറ്റ്സ്. ഇപ്പൊ 2:n ആണ് നമ്പർ ഓഫ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത്രയും കോമ്പിനേഷൻസ്. അപ്പോ അത്രയും നമ്പർ ആണെന്ന് പറഞ്ഞല്ലോ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെട്രോസൈഗോട്സ് ആണ്. നമ്പർ ഓഫ് ഹെട്രോസൈഗോട്സ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറഞ്ഞാൽ എത്ര ഹെട്രോസൈഗോട്സ് ഉണ്ട്? ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഒരു ഹെട്രോസൈഗസ് ആണ്. ഈ ക്യാപിറ്റൽ വൈ സ്മോൾ വൈയും ഒരു ഹെട്രോസൈഗസ് ആണ്. മനസ്സിലായോ? ഇത് ക്യാപിറ്റൽ ആർ ആയിരുന്നെങ്കിൽ അത് നമ്മളുടെ നമ്പർ ഓഫ് ഹെട്രോസൈഗോട്സ് 1 ആകുമായിരുന്നു. അപ്പൊ ഇവിടെ ഇത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2:n നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും, ഗമീറ്റ്സ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത് ശ്രദ്ധിച്ചേ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെട്രോസൈഗോട്സ് എത്രയാണ്? 2 ആണ്. അത് മറക്കരുത്. ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആറും ഒരു ഹെട്രോസൈഗസ് ആയിട്ട് നമ്മൾ കൂട്ടും. ദെൻ ക്യാപിറ്റൽ വൈ സ്മോൾ വൈയും ഒരു ഹെട്രോസൈഗസ് ആയിട്ട് നമ്മൾ കൂട്ടും. അപ്പൊ 2:n ദാറ്റ് ഈസ് ഈക്വൽ ടു 2:4, ദാറ്റ് ഈസ് 4 ഗമീറ്റ്സ്. 4 ഗമീറ്റ്സ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഗമീറ്റ്സുകളുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? കോമ്പിനേഷൻസ് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. ഇനി ഇത് പറഞ്ഞതുപോലെ ഇതിന്റെ അകത്ത് നോക്കിക്കേ, ഇതിന്റെ അകത്ത് നമ്പർ ഓഫ് ഹെട്രോസൈഗോട്സ് എത്രയാണ്? 4 ആണോ? എത്രയുണ്ട്? ഒന്നും കൂടി നോക്കിക്കേ. 3 ആണ്. കാരണം ക്യാപിറ്റൽ എ സ്മോൾ എ എന്ന് പറയുന്നത് ഒരു ഹെട്രോസൈഗോട്ട് ആണ്. ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന ജീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെട്രോസൈഗോട്ട് ആണ്. പക്ഷേ ഇവിടെ നോക്കിയേ, സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി ആണ്. അത് ഒരു ഹോമോസൈഗോട്ട് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ നമ്പർ ഓഫ് ഹെട്രോസൈഗോട്ട് എന്ന് വിചാരിക്കാൻ പറ്റില്ല, അതിന്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റില്ല. ദെൻ അടുത്തത് ക്യാപിറ്റൽ ഡി സ്മോൾ ഡി. അപ്പൊ ഇതും ഒരു ഹെട്രോസൈഗസ് ആണ്. അപ്പം ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ 2:n. That is equal to 2 into 2 into 2. That is 8 ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ അത് ചെക്കർ ബോർഡിൽ എഴുതുക. ദെൻ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 9:3:3:1. ഇപ്പോൾ വിചാരിക്കുക, നമ്മളുടെ റൗണ്ട് യെല്ലോ ആണ് ഒരു പേരന്റ്, ദെൻ റിങ്കിൾഡ് ഗ്രീൻ ആണ് വേറൊരു റൗണ്ട് യെല്ലോ എന്ന് പറയുന്ന ഹെട്രോസൈഗസ് ആയിട്ടുള്ള 2 ഇൻഡിവിജ്വൽസിനെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ പേരൻസിനില്ലാത്ത പല കോമ്പിനേഷൻസും അതിന് ഫോം ചെയ്യാൻ പറ്റി. റൗണ്ട് ഗ്രീന്, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീന് എന്നൊക്കെ പറയുന്ന 3 പുതിയ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റി. ഈ ഉണ്ടാക്കാൻ പറ്റിയത് സ്വാഭാവികമായിട്ടും അതിൻ്റെ
ആ ഒരു കപ്പാസിറ്റി കൊണ്ടാണ്. എല്ലാ ജീൻസിനും പരസ്പരം ഷഫിൾ ചെയ്യാനുള്ള ചാൻസ് ഈക്വൽ ആയതുകൊണ്ടാണ്. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അസോർട്ട്മെന്റ്. 2 different ജീൻസ് വിൽ റാൻഡംലി അസോർട്ട് their alleles during gamete formation.